ജീവനെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോഴും ഇരുന്ന് ചോദിക്കുന്നു എന്നെ കൂടെ കൊണ്ടുപോകുമ്പോൾ തൂളിയാണിത്. മീനുകളിലെ ഏറ്റവും ബെറ്റർ സാധനമാണ് തൂളി. നമുക്ക് കാണാൻ മനോഹരമായ സ്ഥലമാണ് ഈ കുട്ടനാട്. എന്നാൽ അവിടെ താമസിക്കുന്നവരുടെ ജീവിത സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇവിടെ താമസിക്കുന്ന പലരും അവരുടെ സ്വന്തം ജന്മസ്ഥലം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരല്ല. സാഹചര്യങ്ങൾ കൊണ്ട് പലരും വീട് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ജീവിത അവസാനം വരെ കുട്ടനാടിൽ ജീവിക്കണമെന്ന ആഗ്രഹവുമായി താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടായിരുന്നു. കായൽ കയറുമ്പോൾ ഈ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥകൾ വരാറുണ്ട്. 2-3 വട്ടം വീട് വെച്ചവരുമുണ്ട്. എന്നാലും അവർ ഇവിടെ നിന്ന് മാറാത്തതിന് കാരണം ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടൊന്ന് മാത്രമാണ്. ഒരിക്കൽ പ്രളയം വന്ന സമയത്ത് ഈ കുട്ടനാട് മുഴുക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയതാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴെല്ലാം പില്ലറിലാണ് അവർ വീട് വയ്ക്കുന്നത്. ഒരു വീട് വയ്ക്കാൻ കൂടിയും ഇവിടെ ലക്ഷങ്ങൾ ചിലവാകും. ഒരു വീട് വയ്ക്കാനുള്ള അവശ്യ സാധനങ്ങളെല്ലാം അവർ വെള്ളത്തിൽ ലോറി കയറ്റി അതിലാണ് കരയ്ക്കടുപ്പിക്കുന്നത്. ഇവരുടെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ്. കൃഷി എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വലിയ ലാഭമൊന്നും അവർക്ക് കിട്ടില്ല. ചില സമയത്ത് കാലാവസ്ഥ അവരെ ചതിക്കും. ഒരു ചെറിയ മഴ പെയ്താൽ മതി ഇവിടുത്തെ കൃഷിയാകെ നശിക്കാൻ. അതുപോലെ തന്നെ നല്ല വേനലായാലും പ്രശ്നമാണ്. കായലിൻ്റെ ഉപ്പിൻ്റെ അംശം കൊണ്ട് കൃഷി നശിക്കാനും ഇടയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇവർ ഒരിക്കലും ലാഭം നോക്കി കൃഷി ചെയ്യാറില്ല. എന്തായാലും അവർക്കും ഭക്ഷണം കഴിക്കണമല്ലോ. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ആലപ്പുഴ റോഡ് സൈഡിൽ മിക്ക സ്ഥലങ്ങളിലും കാണുന്ന കാഴ്ചയാണിത്. നല്ല ജീവനുള്ള കായൽ മത്സ്യത്തെ കൊണ്ട് വിൽക്കുന്ന കാഴ്ച. ഇവിടെ കൂടുതലും ലഭിക്കുന്നത് കായൽ മത്സ്യമാണ്. ഞങ്ങൾ ആറ്റുവാളയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ നേരിട്ട് കണ്ടു. ഈ കാണുന്നതാണ് ആറ്റുവാള. ഏറ്റവും രുചിയുള്ള മത്സ്യമെന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ വരുമ്പോൾ എല്ലാവരും തിരക്കുന്നത് ഷാപ്പിലെ ഫുഡാണ്. ഗരുഡഗിരി, കൈനഗിരി എന്നിവ ഫേമസ് ഷാപ്പുകളാണ്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. തൊട്ടടുത്തുള്ള ആറ്റുമുഖം ഷാപ്പിലോട്ടാണ് വന്നത്. ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പല ഷാപ്പിലും പല റേറ്റുകളുമാണ്. രുചിയിലും വ്യത്യാസമുണ്ട്. അത്ര നല്ല അടാർ ഫുഡാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഒരു ആവറേജ് ആയിരുന്നു. ഒട്ടുമിക്ക എല്ലാ കറികളും ഈ ഷാപ്പിലുണ്ടായിരുന്നു. ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഷാപ്പിലെ ഫുഡ് കഴിക്കാതെ തിരികെ പോയാൽ ആ യാത്രയ്ക്ക് ഒരു പൂർണ്ണത കാണില്ല. എല്ലാവരും ഈ ഫുഡ് കഴിക്കാനാണ് ഇവിടെ വരുന്നത്. നമ്മൾ കഴിച്ചിട്ടില്ലാത്ത പല മീൻ വിഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നീരാളിയൊക്കെ പിടിച്ച് കറി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നീരാളിയുടെ ഒരു കറി. അവിടെയുള്ള പല ആൾക്കാരോടും ഞങ്ങൾ ഷാപ്പിലെ കാര്യങ്ങളൊക്കെ തിരക്കി. ഏത് ഷാപ്പാണ് നല്ലത്, ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഷാപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ എല്ലാ ഷാപ്പിലും ഫുഡിന് തേപ്പാണെന്നാണ്. കാരണം നല്ല റേറ്റാണ് പുറത്തുനിന്ന് വരുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഫുഡിൻ്റെയും റേറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് വേണം എല്ലാം ഓർഡർ ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കപ്പയും കാച്ചിൽ പുഴുങ്ങിയതും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും പാലപ്പവും കള്ളപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും പെട്ടെന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ആലപ്പുഴ യാത്ര നന്നായി എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം.